നിഖിൽ, ടോസ് ഇട്ട് കഴിഞ്ഞോ? ഇട്ടില്ലെങ്കിൽ മഴയാണെന്നാണോ? കൃഷ്ണരാജ്, മത്സരം ഡിലേ ആവുന്നു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. 3 മണിക്ക് തുടങ്ങേണ്ട മത്സരങ്ങൾ 3:30 നിലവിൽ മാറ്റിയിട്ടുണ്ട്. ടോസ് 3 മണിയോടുകൂടി ഇടും എന്നും അറിയിച്ചിട്ടുണ്ട്. ഒരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഒന്ന് കവർ മാറ്റിയിരുന്നെങ്കിലും വീണ്ടും കവർ ഇട്ടിട്ടുണ്ട് പിച്ചിന് മുകളിലേക്ക് എന്ന് നമുക്ക് വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. എന്തായാലും ചെറിയ രീതിയിൽ പ്രതികൂല കാലാവസ്ഥ ഉണ്ട് എന്നാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. നേരത്തെ പറഞ്ഞ ടോസ് 2:30 ഇടേണ്ടതായിരുന്നു, അത് 3 മണിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മത്സരം നിലവിൽ അരമണിക്കൂർ മാറ്റിയിട്ടുണ്ട്. 3 മണിക്ക് തുടങ്ങേണ്ട മത്സരം 3:30 മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഇടയ്ക്ക് മഴ ഒന്ന് മാറി നിന്നിട്ടുണ്ട്, മാനം തെളിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഒരു കാർമേഘം അവിടെ ഉണ്ട്, മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. കവർ വീണ്ടും ഇട്ടതിന് ശേഷം ഇപ്പോൾ ഗ്രൗണ്ട് സ്റ്റാഫുകൾ മത്സരത്തിന് വേണ്ടി ഈ ഒരു ഗ്രൗണ്ട് പിച്ച് ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കഠിന ശ്രമത്തിലാണ് എന്നുള്ള അപ്ഡേറ്റാണ് ഏറ്റവും ഒടുവിലായി വരുന്നത്. കൃഷ്ണരാജ്, ശരി. ശ്രീ സന്തോഷ് സുബ്രഹ്മണ്യം, നമ്മൾ ഇന്ത്യയുടെ മിഡിൽ ഓർഡർ വരെ എത്തി. നമുക്കിനി ആ ബൗളിംഗ് കൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഫാസ്റ്റ് ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അതിവേഗത്തിൽ പന്തെറിയുന്നവരില്ല, എല്ലാം മീഡിയം ഫാസ്റ്റ് ബൗളേഴ്സാണ്. ഒപ്പം തന്നെ ഈ രേണുക സിംഗിൻ്റെ കാര്യം എടുത്തു പറഞ്ഞാൽ കുറച്ചൊക്കെ നല്ല സ്വിങ് ചെയ്ത് പന്തെറിഞ്ഞ് പ്രധാനപ്പെട്ട വിക്കറ്റുകളൊക്കെ വീഴ്ത്താൻ കെൽപ്പുള്ള ഒരു താരമാണെന്ന് തെളിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്രാന്തി ഗൗഡും. മറ്റൊന്ന് അമൻജോത് കൗറാണ് മൂന്നാമത്തെ പേസറായി ടീമിലുള്ളത് എന്ന് കൂടി ഓർക്കണം. നമ്മുടെ ഫാസ്റ്റ് ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അത്ര പക്കയാണോ? കമ്പാരിറ്റീവ്ലി നമ്മുടെ ബാറ്റിംഗ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി നമ്മുടെ വീക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ ബോളിംഗ് ആണ്. ഞാൻ കമ്പയർ ചെയ്യാണ്. ഐ മീൻ അത്രയും വീക്ക് എന്നുള്ളതല്ല. നമ്മുടെ ഫാസ്റ്റ് ബോളേഴ്സ് നമ്മൾ പല വേൾഡില് വേറെ വുമൻസ് ടീമില് കമ്പയർ ചെയ്യുമ്പോൾ ഫാസ്റ്റ് ബോളേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ടേർ അവേ ഫാസ്റ്റ് ബോളർ എന്ന് പറഞ്ഞ ഫാസ്റ്റ് ബോളേഴ്സ് ഇല്ല. എല്ലാവരും ഒരു മീഡിയം പേസും കുറച്ച് ഏർലി കിട്ടുന്ന മൂവ്മെന്റ് യൂസ് ചെയ്യുക, ബോൾ മൂവ് ചെയ്യുക, കുറച്ച് ഇന്റലിജന്റ് ആയിട്ട് ബോൾ ചെയ്യുക, അങ്ങനത്തെ ഒരു മോൾഡാണ് ഉള്ളത്. സോ നല്ല ബാറ്റിംഗ് ട്രാക്കില് നല്ലൊരു ബാറ്റിംഗ് വിക്കറ്റില് ഈ ഒരു വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ മൂവ്മെന്റിൽ ഡിപ്പെൻഡ് ചെയ്ത് ബോൾ ചെയ്യേണ്ടി വരും. കാര്യം ഈ സ്പീഡില് അവർക്ക് ബാറ്റ്സ്മാനെ ട്രബിൾ ചെയ്യാൻ പറ്റുന്ന ബോളേഴ്സ് നമുക്ക് കുറവാണ്. ഈവൻ അതുകൊണ്ട് ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ഇസ് റീസണബിളി ഓക്കെ. എല്ലാം കണ്ടീഷൻസ് പോലെ ഇരിക്കും. സപ്പോർട്ടഡ് ബൈ ഫീൽഡിംഗ്. ഇന്ത്യക്ക് ഉള്ളായിരുന്ന ഒരു ചെറിയൊരു വറിയിങ് ഏരിയ ഫീൽഡിംഗ് ആയിരുന്നു. എക്സെപ്റ്റ് കുറച്ച് അവിടെ ഇവിടെ നല്ലൊരു ബ്രില്യൻസ് ഉണ്ടെങ്കിലും ഓവറോൾ നമ്മൾ ഒരുപാട് ഡ്രോപ്പ് ക്യാച്ചസും കാര്യങ്ങളൊക്കെ ക്യാച്ചിങ് ഏരിയയിൽ കുറച്ചൊരു വീക്ക്നെസ് കണ്ടിരുന്നു. പലരും കമന്റ് ചെയ്തിട്ടുണ്ട് അതിനെ കുറിച്ച്. അപ്പോൾ ഈ ഫീൽഡിംഗ് ദേ ഹാവ് ടു കം അപ്പ്. ആ ഫീൽഡിംഗ് സപ്പോർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം ഈ ആദ്യത്തെ ഈ 10 ഓവറിലൊക്കെ ആ ഓവേഴ്സ് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ പല ഷോട്ട്സിനും പോകുമ്പോൾ ക്യാച്ചസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ക്യാച്ചസ് വിൻ മാച്ചസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ഒരു എലമെന്റ് ആണ്. സോ ഫാസ്റ്റ് ബോളേഴ്സ് ആർ റീസണബിളി ഓക്കെ, അല്ലെങ്കിൽ ഇന്റലിജന്റ് ബൗളേഴ്സ് ആണ്. പക്ഷെ മൂവ്മെന്റ് ഉണ്ടെങ്കിൽ ദേ വിൽ ക്ലിക്ക്. കുറച്ചൊരു ഏർലി മൂവ്മെന്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ കണ്ടീഷൻസ് ഇപ്പോൾ നേരത്തെ എനിക്ക് പറഞ്ഞ പോലെ റെയിൻ എഫക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ, ഓവർകാസ്റ്റ് കണ്ടീഷൻസ് ആണെങ്കിൽ ഇന്ത്യ അതോ ആദ്യം ബോൾ ചെയ്യുകയാണെങ്കിൽ ആ മൂവ്മെന്റ് ക്യാൻ ഹെൽപ്പ്. കാര്യം ഈ മോയിസ് കണ്ടീഷൻസിൽ ഈ വിൻഡി കണ്ടീഷൻസും ഓവർകാസ്റ്റ് കണ്ടീഷൻസും ബോൾ കുറച്ച് കൂടുതൽ മൂവ് ചെയ്യും. അപ്പൊ അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ബോളേഴ്സ് ആണ്. പക്ഷെ സ്പീഡില് അവർ ഉണ്ണി റീസണബിളി ഗുഡ് ഫാസ്റ്റ് ബോളേഴ്സ്. നമുക്ക് ഒരു കമ്പാരിറ്റീവ്ലി ചെറിയൊരു വീക്ക് ഏരിയ ആണ്. സ്പിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നാൽ CK രാജേഷ് കുമാർ, ശ്രീചരണി എന്നൊരു പേര് നേരത്തെ CK രാജേഷ് കുമാർ പറഞ്ഞു പോയി. ഒരുപക്ഷെ വളരെ കൺസിസ്റ്റന്റ് ആയി വേൾഡ് കപ്പിലുടനീളം 300 എബോ എതിരാളികൾ ചേസ് ചെയ്തപ്പോഴും ബിൽഡ് ചെയ്തപ്പോഴും ഒക്കെ ഏറ്റവും റൺ കുറച്ചു കൊടുത്ത് എറിഞ്ഞൊരു ബൗളർ ശ്രീചരണിയാണെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ ശ്രീചരണി ഈ ഒരു വേൾഡ് കപ്പ് ഫൈനൽ മാത്രമല്ല, അല്ലെങ്കിൽ ഈ ഒരു വേൾഡ് കപ്പിൽ മാത്രമല്ല, ഇന്ത്യയുടെ ഭാവിയിലേക്കുള്ള ഒരു വലിയ സൂചനയോ എന്നൊരു ചോദ്യമാണ്. ഈ വേൾഡ് കപ്പിൽ ശരിക്കും ഏറ്റവും ശ്രദ്ധേയമായ ബോളർ, പ്രത്യേകിച്ച് റൺ വിട്ട് വഴങ്ങുന്നതിൽ പിശുക്ക് കാണിക്കുന്ന ഒരു സ്പിന്നറായിട്ടാണ് ശ്രീചരണി. ഈ വേൾഡ് കപ്പിന്റെ കണ്ടെത്തലായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കുന്ന ഇതിനോടകം തന്നെ 13 വിക്കറ്റ്, ഇത്രയും മത്സരങ്ങളിൽ നിന്ന് 7 മത്സരങ്ങൾ 8 മത്സരങ്ങളിൽ നിന്ന് ഏതാണ്ട് 13 വിക്കറ്റ്, 8 എനിക്ക് 6 മത്സരമേ കളിച്ചിട്ടുള്ളെന്ന് തോന്നുന്നു. അതിൽ 13 വിക്കറ്റ് ശ്രീചരണിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് ഇതുവരെ. ദീപ്തി ശർമ്മ
അന്ന് ആള് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബൗളർ എന്ന് പറയുന്നത് ശ്രീചരണിയാണ്. ശ്രീചരണിയുടെ ഒരു മികവ് പ്രത്യേകിച്ച് മിഡിൽ ഓർഡേഴ്സിൽ റൺ എടുക്കുന്നത് തടയാനായിട്ട് ഏറ്റവും നമ്മുടെ പ്രാപ്തിയായ ഒരു ബൗളറാണ്, സ്ലോ ബൗളറാണ് ശരിക്കും ശ്രീചരണി. നമുക്ക് തീർച്ചയായിട്ടും ഈ മത്സരത്തിൽ കൂടുതൽ പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും പക്ഷേ ദക്ഷിണാഫ്രിക്ക എന്ന് പറയുന്നത് ഒരു ജയന്റ് കില്ലർ പോലെയാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് വിജയിക്കുന്ന ഒരു ടീം അല്ല എങ്കിൽ പോലും അവരുടെ ഒരു മികവ് നമ്മൾ പ്രത്യേകിച്ച് ഇൻഡിവിജ്വലി എടുത്തു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ മുതൽ ഇങ്ങോട്ട് വോൾവർത്ത് മുതൽ 470 റൺസോളം ഈ ടൂർണമെന്റിൽ തന്നെ ഏറ്റവും ടോപ്പ് ഉയർന്ന റൺ ഗെറ്ററാണ് അവര്. അപ്പം അതുപോലെ തന്നെ ടസ്മിൻ ബ്രിഗ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള മികച്ച താരങ്ങൾക്കെതിരെ നമ്മുടെ പേസേഴ്സും അതുപോലെ പേസർ എന്ന് പറയാൻ പറ്റില്ല, മീഡിയം പേസേഴ്സും അതുപോലെ തന്നെ സ്പിന്നേഴ്സും ഒക്കെ ഏത് രീതിയിൽ പന്തെറിയും എന്നുള്ളത് പ്രധാനപ്പെട്ടാണ്. പിന്നെ ഇപ്പൊ ഈ പറയുന്ന കാലാവസ്ഥ ഒരു പ്രധാനപ്പെട്ട ഘടകം കൂടിയാണ്. ആദ്യം മഴ പെയ്തു അല്ലെങ്കിൽ തണുത്തുറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് ഫസ്റ്റ് ബാറ്റിംഗ് തന്നെയായിരിക്കും ടോസ് നേടുന്ന ടീം എലക്ട് ചെയ്യുക എന്ന് തോന്നുന്നു. അപ്പൊ സ്വാഭാവികം അതിന്റെ ഒരു മുൻതൂക്കം. പിന്നെ അതുമല്ല കൂടുതൽ മത്സരം പ്രത്യേകിച്ച് മുംബൈ പോലെ ഒരു നഗരത്തില് രാത്രി 8 മണിക്ക് ശേഷം ഈർപ്പം കണ്ടമാനം ഇറങ്ങുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാമത് ബാറ്റിംഗ് ദുഷ്കരം ആകും. പക്ഷെ അതിനൊക്കെ ആ വെല്ലുവിളിയൊക്കെ മറികടന്നാണ് ഇന്ത്യ കഴിഞ്ഞ മത്സരത്തിൽ 389 അല്ലെങ്കിൽ 339 ചേസ് ചെയ്യുന്നൊരു ഇതുകൊണ്ടാണ്. പക്ഷെ എങ്കിൽ പോലും ടോസ് ലഭിക്കുന്ന ടീം തീർച്ചയായിട്ടും ബാറ്റ് ചെയ്യുന്ന മറ്റൊരു റിസ്ക് എടുക്കാനുള്ള സാധ്യത കുറവായിരിക്കും. ചിലപ്പോൾ ബാറ്റ് ചെയ്യാൻ തന്നെയായിരിക്കും തീരുമാനം എന്ന് തോന്നുന്നു.